വിശിഷ്ട പക്ഷിയായ ഗരുഡൻ ഈ അമൃത കുംഭം എടുത്തുകൊണ്ട് ഒരൊറ്റ പറക്കൽ. അങ്ങനെ പറന്ന് പറന്ന് പോകുന്ന വഴി അമൃതകുംഭം നിറഞ്ഞ അമൃതാണ്. അമൃത് തുള്ളി തുള്ളിയായി വീണത്രേ. അങ്ങനെ 4 സ്ഥലത്താണ് ഈ അമൃതിൻ്റെ തുള്ളികൾ വീണത്. ഒന്ന് ഹരിദ്വാറിലെ ഗംഗാതീരത്ത്, രണ്ടാമത് അലഹബാദിലെ പ്രയാഗ്രാജില് ഗംഗാ യമുന സരസ്വതി സംഗമ തീരത്ത്, മൂന്നാമത്തേത് നാസിക്കില് ഗോദാവരി തീരത്ത്, നാലാമത്തേത് ഉജ്ജയിനിലെ ക്ഷിപ്ര തീരത്ത്. ക്ഷിപ്ര എന്ന് പറഞ്ഞൊരു നദിയാണ്, അപ്പം നദിയുടെ തീരത്ത്. അപ്പം ഈ 4 നദികളിലായിട്ടാണ് ഈ അമൃത തുള്ളികൾ വീണത്. അപ്പം ഈ 4 നദികളിൽ ഭക്തന്മാർ, വിശ്വാസികൾ മുങ്ങിക്കുളിച്ചാൽ, ഈ കുംഭമേള നടക്കുന്ന സമയത്ത് മുങ്ങിക്കുളിച്ചാൽ അവർക്ക് അവരുടെ മരണാനന്തരം മോക്ഷം കിട്ടും. പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപത്തിൽ നിന്നൊക്കെ മോചനം നേടി അവർക്ക് മോക്ഷം കിട്ടും എന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തിൻ്റെ പുറത്താണ് ഈ കുംഭമേള നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്കൊരു വർഷമാണ്. അപ്പം ദേവന്മാർ അങ്ങനെ വരുമ്പോൾ 12 വർഷത്തിലൊരിക്കലാണ്, നമ്മുടെ 12 വർഷത്തിലൊരിക്കലാണ് ഈ ഒരു ഉത്സവം വരുന്നത്. ആ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഉത്സവത്തിനെയാണ് മഹാകുംഭമേള എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല കുംഭമേളകളും. അപ്പോൾ ആ കുംഭമേള എന്ന് വെച്ചാൽ പ്രധാന കുംഭമേള എന്ന് പറഞ്ഞ വേറൊരു കുംഭമേളയുണ്ട്. അപ്പം 3 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് പ്രധാന കുംഭമേള. അപ്പോൾ അർദ്ധ കുംഭമേള എന്ന് പറയുന്നത് 6 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. ഈ 6 വർഷത്തിലൊരിക്കൽ ഒന്ന് ഹരിദ്വാറിലും അലഹബാദിലുമാണ് നടക്കുന്നത്. പിന്നീട് ഈ മഹാകുംഭമേള. അപ്പം ഇത്തവണ ഈ മഹാകുംഭമേളയാണ് നടക്കുന്നത്. കാരണം 2013 ഇതിനു മുൻപ് മഹാകുംഭമേള നടന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിക്കോളൂ, 12 വർഷം കഴിഞ്ഞു 2025 അലഹബാദിൽ പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുന്നത്. ഇപ്പം ജാനുവരി